നമസ്കാരം. നമ്മുടെ ചിഹ്നം പാലക്കാട് പിരായിരിയിൽ നിന്ന് ഇന്ന് ആരംഭിക്കുകയാണ്. അത്യാവേശപൂർവമായ ഒരു നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിന് പാലക്കാട് വേദിയായിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസവും പുതിയ വാദങ്ങൾ ഉയരുന്നു. ഇപ്പോൾ ഞാൻ നിൽക്കുന്ന ഈ പിരായിരിയിൽ ഇപ്പോൾ ഒരു പക്ഷേ മഴ പെയ്തേക്കാം, നല്ല കാറ്റുണ്ട്. എത്രമാത്രം ഈ സംവാദം മുന്നോട്ട് പോകുമെന്ന് എനിക്ക് 100% ഉറപ്പിച്ച് പ്രേക്ഷകരോട് പറയാൻ കഴിയില്ല. എങ്കിലും രാഷ്ട്രീയ കൊടുങ്കാറ്റ് ഇവിടെ ഓരോ ദിവസവും മാറി മറിയുകയാണ്. ഇന്ന് CPM ഉന്നയിച്ച ഏറ്റവും പ്രധാനപ്പെട്ട വാദം മറ്റ് പഞ്ചായത്തുകളിൽ നിന്ന്, മറ്റ് മണ്ഡലങ്ങളിൽ നിന്ന്, പ്രത്യേകിച്ച് മലമ്പുഴ മണ്ഡലത്തിൽ നിന്ന് വോട്ടുകൾ കോൺഗ്രസും BJPയും ചേർത്തിരിക്കുന്നു. ഇവിടെ അങ്ങനെ 2700 വ്യാജ വോട്ടുകൾ, യഥാർത്ഥത്തിൽ ഈ മണ്ഡലത്തിലേതല്ലാത്ത വോട്ടുകൾ ചേർത്തിരിക്കുന്നുവെന്ന വലിയ രാഷ്ട്രീയ ആരോപണം CPM LDF ഉന്നയിച്ച പകലാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്, അവസാനിച്ചുകൊണ്ടിരിക്കുന്നത്. ഒപ്പം EP ജയരാജൻ പാലക്കാട് കാലുകുത്തിയ ദിവസമാണ് ഇത്. EP ജയരാജൻ LDF സ്ഥാനാർത്ഥി P സരിന് വലിയ പിന്തുണ പ്രഖ്യാപിച്ച ദിവസം. ഇന്നലത്തെ അദ്ദേഹത്തിന്റെ ആത്മകഥയുടെ പുറത്തുവരൽ ഉണ്ടാക്കിയിട്ടുള്ള കൊടുങ്കാറ്റിനെ അതിജീവിച്ചുകൊണ്ട് EP ജയരാജൻ ഇന്ന് പാലക്കാട് P സരിന് വേണ്ടി വോട്ട് അഭ്യർത്ഥിക്കുന്നത് നമ്മൾ കണ്ടു. അങ്ങനെ ഓരോ ദിവസവും ടിസ്റ്റുകളും ടേണുകളും നിറഞ്ഞ സംഭവ ബഹുലമായ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന്റെ പ്രചരണം അതിന്റെ മൂർധന്യത്തിലേക്ക് എത്തുന്ന ഈ നിമിഷത്തിൽ എന്നോടൊപ്പം ശ്രീ റിജിൽ മാക്കുറ്റിയും ശ്രീ V വസീഫും ശ്രീ ഉല്ലാസ് ബാബുവാണുള്ളത്. 3 മുന്നണികളെയും പ്രതിനിധീകരിച്ച്. ആദ്യം ശ്രീ റിജിൽ മാക്കുറ്റി, പാലക്കാട് ജയിക്കാൻ നിങ്ങൾക്ക് മലമ്പുഴയിലെ വോട്ട് കൂടി ചേർക്കണോ? പാലക്കാട് ജയിക്കാൻ ഞങ്ങൾക്ക് ഒരു മലമ്പുഴയിലും വോട്ട് ചേർക്കേണ്ട ആവശ്യമില്ല. പാലക്കാട് തന്നെ അതിനുള്ള വോട്ട് ഞങ്ങൾക്കുണ്ട്. 2700 വോട്ടുകൾ അങ്ങനെ ചേർത്തതായി CPM ആരോപിക്കുന്നു. ഞങ്ങൾ കൃത്യമായി ഇവിടെ താമസിക്കുന്ന, ഇവിടെ കാലാകാലമായി ഇവിടെ താമസിക്കുന്ന ആളുകളുടെ വോട്ടാണ് ചേർത്തത്. അല്ലാതെ ഇവിടുത്തെ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയെ പോലെയോ BJP ജില്ലാ പ്രസിഡന്റിനെ പോലെയോ വോട്ട് ചേർത്തിട്ടില്ല. അവരൊക്കെയാണ് വോട്ട് ചേർത്ത ആളുകൾ. ഇപ്പോൾ 6 മാസത്തിൽ കൂടുതൽ ഒരു സ്ഥലത്ത് താമസിക്കേണ്ട ഒരാൾക്കാണ് വോട്ട് ചേർക്കേണ്ടത്. പക്ഷേ ഇവിടുത്തെ ഇടതുപക്ഷ സ്ഥാനാർത്ഥി 3 മാസം മുമ്പ് ഇവിടെ വോട്ട് ചേർക്കുമ്പോൾ സ്വാഭാവികമായി ആദ്യം വോട്ട് ചേർത്തത് അയാളാണ്. അപ്പോൾ അയാൾക്കെതിരെ നടപടി എടുക്കേണ്ടത്. അതുകൊണ്ട് BJPയും വ്യാപകമായി BJP ജില്ലാ പ്രസിഡന്റ് ഉൾപ്പെടെ പട്ടാമ്പിക്കാരനായ ആളൊക്കെ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്ത അദ്ദേഹം ഇവിടെ തന്നെ വോട്ട് ചേർത്തിട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ അങ്ങനെ കള്ളവോട്ട് ചേർത്തോ അല്ലെങ്കിൽ ഇരട്ട വോട്ട് ചേർത്തുകൊണ്ടും തെരഞ്ഞെടുപ്പ് ജയിക്കേണ്ട സാഹചര്യമില്ല. കാരണം പാലക്കാട് ഞങ്ങളുടെ കുത്തകയാണ്. ഞങ്ങൾ വലിയ ഭൂരിപക്ഷം ജയിക്കുന്ന മണ്ഡലമാണ്. 13 വർഷക്കാലം ഷാഫി പറമ്പിൽ ഇവിടെ MLA 3800 വോട്ടിന് മാത്രം ജയിച്ച മണ്ഡലമാണ് ശ്രീ റിജിൽ. നോക്കൂ, അപ്പോൾ ഈ പറഞ്ഞ മലമ്പുഴയിൽപ്പെട്ട കൊടുമ്പ് പഞ്ചായത്തിലെ ആളുകൾ കണ്ണാടി പഞ്ചായത്തിലെ ആളുകളായി വോട്ടർ പട്ടികയിൽ ഇടം പിടിക്കുന്നു. അങ്ങനെയുള്ള പുതിയ വോട്ടുകൾ ചില സംശയാസ്പദമായ സാഹചര്യങ്ങൾ ഉണ്ടാക്കുന്നു. ആ ഫൈനൽ ലാപ്പിലേക്ക് പോകുമ്പോൾ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത വിധത്തിൽ ഒരു പ്രത്യേക നിലയിലേക്ക് മുറുകുകയാണോ? അഭിലാഷേ, ഈ 3000ന്റെ കണക്ക് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് 2 മാസമേ ആയിട്ടുള്ളൂ. ആ തെരഞ്ഞെടുപ്പിൽ ഞങ്ങളുടെ സ്ഥാനാർത്ഥിക്ക് ഈ മണ്ഡലത്തിൽ നിന്ന് കിട്ടിയത് 9000 ലീഡാണ്. സ്വാഭാവികമായും അത് അത്രത്തോളം വോട്ടിന്റെ എണ്ണം അല്ലെങ്കിൽ വോട്ട് ഞങ്ങൾക്ക് ഇവിടെ ഉണ്ട്. പിന്നെ എന്തിനാണ് ഞങ്ങൾ ഭയപ്പെടുന്നത്? പിന്നെ എന്തിനാ അപ്പുറം ഇപ്പുറമുള്ള വോട്ട് ഞങ്ങൾ ചേർക്കുന്നത്? ഞങ്ങൾ ഇവിടെയുള്ള ഒറിജിനൽ വോട്ട് ഇലക്ഷൻ സമയത്ത് വോട്ട് ചേർക്കുന്ന സമയത്ത് വോട്ട് ചേർത്തു. ഇവിടെ CPM വോട്ട് ചേർത്തില്ല എന്നുള്ളതാണ്. ഈ തെരഞ്ഞെടുപ്പിനകത്ത് BJPയുമായിട്ടുള്ള ധാരണയുടെ ഭാഗമായി ഇവർ വോട്ട് ചേർത്തില്ല. ഇവർ ഏരിയ സെക്രട്ടറി ഇവിടുത്തെ പാലക്കാട് ഏരിയ സെക്രട്ടറി ഇപ്പോൾ കാണാനില്ല എന്നുള്ള രൂപത്തിലുള്ള ചർച്ചകൾ വന്നുകൊണ്ടിരിക്കുന്നു. ആ തെരഞ്ഞെടുപ്പ് രംഗത്ത് വോട്ട് ചെയ്യേണ്ട ആളുകൾ വോട്ട് ചേർക്കേണ്ട സമയത്ത് LDFും CPM വോട്ട് ചേർത്തില്ല എന്നുള്ളതാണ്. അപ്പോൾ ഞങ്ങളുടെ കൃത്യമായ തെരഞ്ഞെടുപ്പ് മുന്നൊരുക്കത്തിന്റെ ഭാഗമായി ഞങ്ങൾ വോട്ട് ചേർത്തിട്ടുണ്ട്. ആ വോട്ടിനകത്ത് ഏതെങ്കിലും വ്യാജ വോട്ടുണ്ടെങ്കിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനല്ലോ പരിശോധിക്കട്ടെ. ഒരു ഭയം അതിനകത്തില്ല. ശരി, ഓക്കെ, പറയൂ ശ്രീ V വസീഫ്. ഇതിപ്പോ ഒരു അംഗം അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ കള്ളക്കളി കള്ളക്കളി എന്ന് പറയാണ്. ഇതിപ്പോ യോദ്ധാ സിനിമയിൽ ജഗതി പറയുന്നത് മാതിരി കള്ളക്കളി കള്ളക്കളി പറയാണോ നിങ്ങള്? അല്ല, നേരത്തെ നിങ്ങൾ പറഞ്ഞിരുന്നു അപ്പുക്കുട്ട ഓവറാക്കി ചളമാക്കില്ലേ എന്ന്. അതേ അവസ്ഥയാണ് ഇപ്പൊ കോൺഗ്രസിന്റെ അവസ്ഥ. ഇവര് ഈ തെരഞ്ഞെടുപ്പ് തുടങ്ങിയ സമയം മുതൽ കോൺഗ്രസിന്റെ ഒരു അവസ്ഥ നിങ്ങൾ പരിശോധിച്ച് നോക്ക്. ഒക്ടോബർ മാസം 15-ന് AICC സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു. സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച അതേ ദിവസം ഇവിടുത്തെ DCC ഒരു കത്തയച്ചു. ആർക്ക്? AICCക്ക്. ഞങ്ങൾക്ക് ഈ സ്ഥാനാർത്ഥിയെ വേണ്ട, മറ്റൊരു സ്ഥാനാർത്ഥിയുടെ പേര് വെച്ചുകൊണ്ട് ഇവർ കത്തയച്ചു. ആ കത്ത് നമ്മൾ ഈ നാട്ടിൽ ചർച്ച ചെയ്തു. ഞങ്ങളല്ല ഓരോന്നും വിളിച്ചു പറയുന്നത്, ഇവർ തരുന്നതാ. ഇപ്പോൾ ഈ വിവാദം നോക്കൂ നിങ്ങൾ. ഈ വിവാദത്തിന് ഒരു ചരിത്രമുണ്ട്. ആ ചരിത്രം യൂത്ത് കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പിന്റെ ചരിത്രം. ഷാനിബാരാണ് പറയണ്ടേ. ഇവര് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്നു. ഈ ഷാഫി പറമ്പിലിന്റെയും ഈ റിജിലിന്റെയും ഒക്കെ കൂടെ യൂത്ത് കോൺഗ്രസിന് വേണ്ടി നിരന്തരമായ സമര പോരാട്ടങ്ങളിൽ പങ്കെടുത്ത് ഇതുപോലെ ചാനൽ ചർച്ചകളിൽ ഞങ്ങളോട് എതിരിട്ടവരാണ്. ആര്? ഷാനിബ്, ഈ പാലക്കാട്ടുകാരനാ. ആ ഷാനിബ് ഉൾപ്പെടെ പറഞ്ഞു ഞങ്ങളുടെ വോട്ട് ഞങ്ങളുടെ വോട്ട് എല്ലാം ഇവിടെ ആസ്ഥാനത്തായി കൃത്രിമമായിട്ട് വോട്ടുണ്ടാക്കി, വ്യാജ ID കാർഡ് ഉണ്ടാക്കി.
അങ്ങനെ കൃത്രിമമായി വോട്ടുണ്ടാക്കി വ്യാജ ഐഡന്റിറ്റി കാർഡ് ഉണ്ടാക്കി യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റായി തെരഞ്ഞെടുത്ത ആളെ ഇവിടെ ഇതാ സ്ഥാനാർത്ഥിയാക്കാൻ കൊണ്ടുവരുന്നു. സ്വാഭാവികമായിട്ടും ഈ നാടിനൊരു സംശയമുണ്ട്. ആ സംശയം ദൂരീകരിക്കേണ്ടതുണ്ട്. ഞങ്ങൾ പറഞ്ഞത് വന്യമായ സംശയങ്ങൾക്ക് അല്ല, വന്യമായ സംശയങ്ങൾ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന സെക്രട്ടറി വേണ്ടേ? എത്ര ID കാർഡുകൾ നമ്മുടെ മുമ്പിൽ കിട്ടി? എത്ര ID കാർഡുകൾ മുമ്പിലുണ്ട്? അന്വേഷണം നടക്കുന്നുണ്ട്. പത്തനംതിട്ടയിലും കോഴിക്കോടും എല്ലാം ഈ പരാതിയുണ്ട്. കോട്ടയത്ത് നിന്ന് ഒരു രക്ഷിതാവ് ഞങ്ങളെ വിളിച്ച് പരാതി പറഞ്ഞു. അവരൊക്കെ ഇപ്പോഴും നമ്മുടെ നാട്ടിലുണ്ട്. അവരുടെ എല്ലാം ID കാർഡുകൾ കൃത്രിമമായിട്ടുണ്ടാക്കി. ഇവര് മംഗലാപുരത്തുള്ള യൂത്ത് കോൺഗ്രസിന്റെ മുൻ നേതാവ് കർണാടക നേതാവിന്റെ അടുത്തു നിന്ന് വാങ്ങിയ ഒരു സോഫ്റ്റ്വെയറും സംവിധാനവും ഉപയോഗിച്ച് ഇവിടുത്തെ യൂത്ത് കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് അട്ടിമറിച്ചു. അതേ സംവിധാനം ഉപയോഗിച്ച് ഇവരിവിടെ ഇതാ കൃത്രിമമായി വോട്ട് ചേർത്തുകൊണ്ട് ID കാർഡ് ഉണ്ടാക്കിക്കൊണ്ട് എല്ലാം അന്വേഷണ ഏജൻസികൾ വരണം. നിങ്ങളുടെ പോലീസിനോ നിങ്ങളുടെ അല്ല, ഞങ്ങൾ പറയുന്നത് കേന്ദ്ര അന്വേഷണ ഏജൻസികൾ വരണം എന്നുള്ളതാണ്. എന്ത് പിണ്ണാക്കി അതെ, നിങ്ങൾക്ക് പിന്നാക്കായി കാലിയായിട്ടൊക്കെ തോന്നും. നിങ്ങളുടെ ഒരു ഉടായിപ്പും ഇവിടെ നടക്കാൻ പോകുന്നില്ല. ബഹളം വെച്ചോണ്ട് കാര്യമില്ല റിജിനെ, ബഹളം വെച്ചോണ്ട് കാര്യമില്ല. പാലക്കാട് മണ്ഡലത്തിൽ ഒരു ഉടായിപ്പും നിങ്ങൾ നടക്കാൻ പോകുന്നില്ല. നിങ്ങൾ കൃത്രിമമായി വോട്ടുണ്ടാക്കിയാൽ, നിങ്ങൾ ഡീൽ ചെയ്താൽ ഒന്നും ഇവിടെ നടക്കാൻ പോകുന്നില്ല. ഞങ്ങൾ ഈ മണ്ഡലത്തിൽ കൃത്യമായി നിങ്ങൾ ചേർത്ത വോട്ട് കൂടി നിങ്ങൾക്ക് ഉറപ്പിക്കാൻ പറ്റാത്ത സാഹചര്യം. കാരണം എന്താ അറിയോ? നിങ്ങളുടെ DCCക്ക് താല്പര്യമില്ലാത്ത സ്ഥാനാർത്ഥിയാ. നിങ്ങളുടെ DCCക്ക് പോലും താല്പര്യമില്ലാത്ത സ്ഥാനാർത്ഥിയാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു ഭയവുമില്ല. നിങ്ങളുടെ ഡീലാണ്. നിങ്ങൾ എത്ര കാശ് കൊണ്ടുവന്നാലും, എങ്ങനെ ഉടായ്പ നടത്തിയാലും നിങ്ങൾ ജയിക്കാൻ പോകുന്നില്ല. നിങ്ങൾക്ക് ഇതുപോലെ ഈ നാട് കണ്ടതല്ലേ? ഈ നാട് കണ്ടതാണ്. ഒന്നിച്ചു നിൽക്കാണ്. ഈ നാട് കണ്ടതാണ്. നിങ്ങളുടെ ഉടായ്പകളൊക്കെ നിങ്ങളുടെ ഉടായ്പകൾ ഇവിടെ നാട് കണ്ടു. ഇവിടെ EP ജയരാജനാണ് ഇപ്പൊ വന്നിട്ടുള്ളത്. ആരാണ്? VD സതീശനെ നമുക്കറിയാം. VD സതീശനെ നമുക്കറിയാം. പുനർജനി അഴിമതി നടത്തിയാളാ. VD സതീശന്റെ സാമ്പത്തിക ഇടപാട് ഞങ്ങൾ പറയാം. VD സതീശന്റെ VP ജയരാജന് ഒരു ബന്ധമില്ല. പുനർജനി കേസ് ചിട്ടി കമ്പനി നടത്തിയതാരാ? VD സതീശനാണ്. VD സതീശനാണ്. നിങ്ങളുടെ VD സതീശന്റെ ഉടായിപ്പ് കാലം സാക്ഷി. അഭിലാഷേ, കാലം സാക്ഷി. സാക്ഷാൽ ഉമ്മൻചാണ്ടിയുടെ ഏറ്റവും കൃത്യമായ രേഖപ്പെടുത്തൽ ഈ VD സതീശനെ ഉടായിപ്പ് മുന്നണി പണം കിട്ടിയാൽ എന്തും ചെയ്യാൻ മടിയില്ലാത്തവരുടെ മുന്നണി. അവരെങ്ങനെയാണ് നമ്മൾ വിശ്വസിക്കുന്നത്? അവരെ വിശ്വസിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റില്ല. ഇടവേള എടുത്ത ശേഷം തിരിച്ചു വരാം. ഇല്ലെങ്കിൽ മഴ ഒരു ചെറിയ ഇടവേളയ്ക്ക്, മഴയുടെ ചെറിയ ഒരു ഇടവേളയ്ക്ക് ശേഷം നമ്മുടെ ചിഹ്നം പുനരാരംഭിക്കുകയാണ്. നമ്മുടെ ഒരു 10 മിനിറ്റ് നഷ്ടപ്പെട്ടിട്ടുണ്ടാവും ഈ മഴ മൂലം എന്ന് കരുതി ജനങ്ങൾക്ക് ചോദ്യം ചോദിക്കാനുള്ള അവസരം നഷ്ടമായില്ല. നമ്മൾ ഡെക്വർത്ത് ലൂയിസ് ശൈലിയിൽ ഈ മത്സരം പുനഃക്രമീകരിക്കുകയാണ്. അതിന് ആർക്ക് വേണമെങ്കിലും ചോദ്യങ്ങൾ ചോദിക്കാം. ചോദിച്ചോളൂ. ആരോടാ? CPMന്റെ പ്രതിനിധികളാണ് എനിക്ക് ചോദിക്കാനുള്ളത്. കേരളത്തിലെ പ്രഗത്ഭരായ 3 മുഖ്യമന്ത്രിമാരെ സംവിധാനം ചെയ്ത ജില്ലയാണ് പാലക്കാട്. EMS, നയനാര്, VS. ആ പാലക്കാട് ജില്ലയിൽ സ്വന്തം സ്ഥാനാർത്ഥിയെ കിട്ടാതെ ആക്രി കച്ചവടക്കാരൻ്റെ മാതിരി പഴുത് തെരഞ്ഞു കിടക്കേണ്ട ഒരു ഗതികേട് CPMന് വന്നുവെങ്കിൽ എന്താണ് പാർട്ടിയുടെ നിലപാട്? ശരി, പറയൂ. ഈ EMS ആയാലും ഞങ്ങളുടെ പാർട്ടിയിലെ ഒരുപാട് നേതാക്കന്മാരായാലും ഇതുപോലെ വ്യത്യസ്ത ധാരകളിലൂടെ ഞങ്ങളെ മനസ്സിലാക്കി പുതിയ ധാരകളിലേക്ക് എത്തുക എന്നുള്ളതാണ്. പഴയ ജീർണിച്ച രാഷ്ട്രീയത്തെ വളരെ കൃത്യമായി ഈ നാടിന് മുമ്പിൽ പറഞ്ഞു. ഇവിടെ VD സതീശൻ നേതൃത്വം കൊടുക്കുന്ന ഇന്നത്തെ കോൺഗ്രസ്, അതായത് ഡോക്ടർ സരിനെ കുറിച്ച് നിങ്ങൾക്കറിയാം. ഒരു IAS കാരനാണ്, ഡോക്ടറാണ്, നന്നായി വായിക്കുന്ന ആളാണ്, നല്ല വിദ്യാഭ്യാസമുള്ള ആളാണ്. അങ്ങനെ വായിച്ചറിഞ്ഞ് നെഹ്റുവിനെയും ഗാന്ധിയെയും ഒക്കെ വായിച്ചറിഞ്ഞ് കോൺഗ്രസ് ആയ ഈ ഡോക്ടർ സരിൻ, ആ ഡോക്ടർ സരിൻ വായിച്ചറിഞ്ഞ കോൺഗ്രസ് അല്ല, ജീർണിച്ച കോൺഗ്രസ് ആണ് ഇന്നത്തെ കോൺഗ്രസ് എന്നും ഉപജാപക സംഘങ്ങളുടെ കയ്യിലാണ് ഇന്നത്തെ കോൺഗ്രസ് എന്നും മനസ്സിലാക്കി ഈ നാടിനകത്ത് ഒരു പ്രത്യേക പത്രസമ്മേളനങ്ങളുടെ ഒരു പ്രത്യേക നിലപാട് അറിയിക്കുന്ന സാഹചര്യത്തിൽ ഈ പാലക്കാട്
ഞങ്ങൾ ആഗ്രഹിച്ച, ഞങ്ങൾ ആവശ്യപ്പെട്ട ഒരു സ്ഥാനാർത്ഥി എന്നുള്ള നിലക്ക് തന്നെയാണ് ഇവിടെ മത്സരിക്കുന്നത്. ഇവിടെയാണെങ്കിൽ മറ്റൊരു സൗകര്യം കൂടിയുണ്ട്. നിങ്ങളെപ്പോലുള്ളവർക്ക് എല്ലാവർക്കും, അതായത് DCC തന്നെ ഞങ്ങൾക്ക് ഈ സ്ഥാനാർത്ഥിയെ വേണ്ട, ഇന്നത്തെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയെ വേണ്ട എന്ന് പറഞ്ഞ് കത്തയച്ചതാണ്. DCC അയച്ച കത്താണ്, CPM അയച്ച കത്തല്ല, AICC അയച്ച കത്താണ്. അതുകൊണ്ട് നിങ്ങൾക്കും BJPക്കും എല്ലാം വോട്ട് ചെയ്യാൻ പറ്റുന്ന വിദ്യാസമ്പന്നനായ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയാണ് ഞങ്ങൾ അഭിമാനത്തോടു കൂടി ഈ മണ്ഡലത്തിന് മുമ്പിൽ വെക്കുന്നത്. ശരി, സരിൻ മാത്രമല്ല EMS AKG ഒക്കെ പണ്ട് കോൺഗ്രസ്സുകാരായിരുന്നു. അങ്ങനെയല്ല. EMS ആയാലും പിന്നെ AKG ആയാലും എല്ലാം കോൺഗ്രസ് ധാരകൾ നേരത്തെ ഉണ്ടായിരുന്ന ഓരോ വായനയുടെ അടിസ്ഥാനത്തിൽ പിന്നീടേക്കാണ് CPMലേക്ക് കടന്നു വരുന്ന, അല്ലെങ്കിൽ ഞങ്ങളുടെ പാർട്ടിയുടെ രൂപീകരണത്തിന്റെ ഭാഗമായിട്ടൊക്കെ വരുന്നത്. ഇവിടെ അതിനുശേഷവും ഒരുപാട് ആളുകൾ ഇതുപോലെ ഞങ്ങളോട് കടന്നു വരുന്നുണ്ട്, ഞങ്ങളുടെ സ്ഥാനാർത്ഥിയാകാറുണ്ട്. പക്ഷെ ഇവരെ പോലെ മണ്ഡലത്തിൽ ഇപ്പോൾ ഷെൽവരാജ് നിങ്ങൾക്കറിയാം, MLA ആയിരുന്ന ആളെ അതേപോലെ കൊണ്ടുപോയി അപ്പുറത്ത് മത്സരിപ്പിച്ചതാണ്. ഞങ്ങൾ അങ്ങനെ കാലുവാരി കൊണ്ടുപോയതല്ല. നിലപാട് പറഞ്ഞ് തെറ്റിനെ ചൂണ്ടിക്കാണിച്ച് ജീർണിച്ച രാഷ്ട്രീയത്തെ, ഉപജാപക സംഘങ്ങളെ ഇവിടെ ഈ നാടിന് മുമ്പിൽ അവതരിപ്പിച്ചുകൊണ്ടാണ് ഞങ്ങൾ സ്വതന്ത്ര ചിഹ്നം മത്സരിക്കുന്നത്. നിങ്ങൾക്കും BJPക്കും എല്ലാവർക്കും വോട്ട് ചെയ്യാനുള്ള സൗകര്യത്തിൽ സ്വതന്ത്ര ചിഹ്നം കൊടുത്തത്. എന്റെ ചോദ്യം റജുൽ മാക്കുറ്റിയോടാണ്. പാലക്കാട് മണ്ഡലത്തിൽ വികസനം എന്ന് പറയുന്നു, നിങ്ങൾ വികസന നായകനാണെന്നൊക്കെ പറയുന്നു ഷാഫി പറമ്പിലിനെ. എന്ത് നായകനാണെന്ന് ഞങ്ങൾക്കറിയില്ല. ഇപ്പോൾ നിൽക്കുന്ന പഞ്ചായത്ത്, നിങ്ങളും ഞാനും പ്രതിനിധി ചെയ്യുന്ന പഞ്ചായത്ത് പ്രായരി പഞ്ചായത്താണ്. പ്രായരി പഞ്ചായത്തിൽ എന്താണ് ഈ 13 കൊല്ലം കൊണ്ട് ചെയ്തത്, ഷാഫി ചെയ്തതെന്ന് നിങ്ങളെക്കാട്ടിയും കൂടുതൽ ഈ പ്രായരി പഞ്ചായത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയ്ക്ക് ഞങ്ങൾക്കറിയാം. ഈ പ്രായരി പഞ്ചായത്തിൽ ഒരു കല്യാണ മണ്ഡപമുണ്ട്, പഞ്ചായത്ത് കല്യാണ മണ്ഡപം, ഓഡിറ്റോറിയം. അത് ഈ നാട്ടിലെ സാധാരണപ്പെട്ട ആളുകൾക്ക് കല്യാണം, എൻഗേജ്മെന്റിനൊക്കെ ഉപയോഗിക്കാനുള്ള മണ്ഡപമാണ്. 3 കൊല്ലമായിട്ട് അത് പൂട്ടിക്കിടക്കുകയാണ്. പൂട്ടിക്കിടക്കുന്നതിന്റെ ഭാഗം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഡീലിന്റെ ഭാഗമാണ്. നിങ്ങൾ പരസ്പരം BJPയും കോൺഗ്രസും മാത്രമല്ല ഡീൽ, ഈ നാട്ടിലെ കുത്തക മുതലാളിമാരായിട്ടുള്ള വലിയ വലിയ മണ്ഡപം ഓഡിറ്റോറിയമായിട്ടുള്ള, ഇവിടെ ഒരുപാട് ഓഡിറ്റോറിയങ്ങളുണ്ട് പ്രായരി പഞ്ചായത്തിൽ. ഇവർ തമ്മിലൊരു ഡീലിന്റെ ഭാഗമായിട്ടാണ് ആ ഫണ്ട് പോലും വിലയിരുത്താതെ 3 കൊല്ലമായിട്ട് MCFന്, മുനിസിപ്പൽ വേസ്റ്റ് എന്ന് പറയുന്ന സാധനം, വേസ്റ്റ് പ്രായരി പഞ്ചായത്തിലെ മാലിന്യം കൂമ്പാരം കൂടി കിടക്കുന്നു. നിങ്ങൾ എൻ്റെ കൂടെ വന്നാൽ ഞാൻ കാണിച്ചു തരാം. ഉത്തരം. ഷാഫി പറമ്പിൽ 13 വർഷമായി ഇവിടുന്ന് MLA ആയത്. ഒരു വികസനവും നടത്തിയില്ലെങ്കിൽ അദ്ദേഹത്തെ ഇവിടുത്തെ ജനങ്ങൾ MLA ആക്കില്ലല്ലോ. പ്രത്യേകിച്ച് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പെരിയാരി പഞ്ചായത്താണ് ഏറ്റവും നല്ല ഭൂരിപക്ഷം കൊടുത്തത് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അപ്പോൾ തീർച്ചയായിട്ടും ഈ നാട്ടിലെ ജനങ്ങൾക്ക് ഷാഫിയെക്കുറിച്ച് അറിയാം. കമ്മ്യൂണിസ്റ്റുകാർക്ക് ഷാഫിയുടെ വികസനത്തെക്കുറിച്ച് അറിയാത്തതിന് നിങ്ങളോട് ചോദിച്ചിട്ട് കാര്യമില്ല. മാത്രമല്ല, ഇവിടെ ജലജീവൻ മിഷൻ കുടിവെള്ള പദ്ധതി ഈ പഞ്ചായത്തിൽ നടപ്പാക്കുന്നതിൻ്റെ ഭാഗമായി അതിൻ്റെ എല്ലാ പദ്ധതി വിഹിതവും പൂർത്തീകരിച്ച് അതിപ്പോൾ വളരെ പെട്ടെന്ന് കമ്മീഷൻ ചെയ്യുന്ന രൂപത്തിലേക്ക് ഈ നാട്ടിലെ ജനങ്ങൾ കുടിവെള്ളം എത്തിക്കുന്നതിന് വേണ്ടിയുള്ള സർവ്വതോന്മുഖമായ പദ്ധതിക്ക് നേതൃത്വം കൊടുത്ത ഒരു MLA ആണ് ഷാഫി പറമ്പിൽ. മാത്രമല്ല, നിങ്ങളുടെ ഇവിടെ സൂചിപ്പിച്ചല്ലോ, EMS ഇവിടെ മുഖ്യമന്ത്രിയായി കടന്നുപോയ ജില്ലയാണ്. ഈ VS അച്യുതാനന്ദൻ മലമ്പുഴയിൽ തൊട്ടടുത്ത നിയമസഭാ മണ്ഡലത്തിൽ നിന്ന് MLA ആയി മുഖ്യമന്ത്രി ആളാണ്. EK നായനാർ മുഖ്യമന്ത്രി ആയ നാടാണ്. ഈ നാട്ടിൽ ഒരു മെഡിക്കൽ കോളേജ് കൊണ്ടുവരണമെങ്കിൽ അത് ഷാഫി പറമ്പിൽ MLA ആയതിനു ശേഷമാണ് ഇവിടെ കൊണ്ടുവന്നത്. ഉമ്മൻചാണ്ടി കേരളത്തിലെ കല്ല് മാത്രമല്ല, അത് കളവാണ്. നിങ്ങളെപ്പോലെയുള്ള ഒരു മീഡിയേറ്റർ, ഒരു മോഡറേറ്റർ ഉള്ളത് കൊണ്ട്, നിങ്ങളെപ്പോലെയുള്ള ഒരു മീഡിയേറ്റർ ഉള്ളത് കൊണ്ട് ഞാൻ അതിലൊരു ക്ലാരിറ്റി വരുത്താം. അതിന്റെ പേരിൽ മെഡിക്കൽ കോളേജിൽ എന്ത് ചെയ്തു എന്നാ പറയുന്നത്? 430 കോടി മുമ്പോട്ട് പ്രതിനിധിയോട് ഒരു ചോദ്യം, ഒരൊറ്റ ചോദ്യം, ഒരു മറുപടി. മെഡിക്കൽ കോളേജിന് വേണ്ടി UDF ഗവൺമെന്റ് ചെലവഴിച്ച തുക എത്ര? കഴിഞ്ഞ 8 വർഷം പിണറായി ഗവൺമെന്റ് ചെലവഴിച്ച തുക എത്ര? അതൊന്ന് പറയാൻ കഴിയോ? മെഡിക്കൽ കോളേജിന് വേണ്ടി UDF ഗവൺമെന്റ് ചെലവഴിച്ച തുക എത്ര? അതുപോലെ തന്നെ LDF ഗവൺമെന്റ് ചെലവഴിച്ച തുക എത്ര? മെഡിക്കൽ കോളേജ് സർക്കാരുകൾ, ഉമ്മൻചാണ്ടി സർക്കാർ കൊണ്ടുവന്നു. ആ സർക്കാർ കൊണ്ടുവന്നപ്പോ സ്വാഭാവികമായി അല്ല, അതിലൊരു മിനിറ്റ് എനിക്കും തരണം, എന്നോടും പറയാൻ പിണറായി വിജയൻ സർക്കാരല്ലേ, ഞങ്ങളല്ല. ഷാഫിയല്ലല്ലോ മുഖ്യമന്ത്രി. 2013 കൊണ്ടുവന്ന് 2014 കമ്മീഷൻ ചെയ്ത് മുമ്പോട്ട് പോയ മെഡിക്കൽ കോളേജ്. പിന്നെ നിങ്ങളല്ലേ ഭരിക്കുന്നത്, ഞങ്ങളാ ഭരിക്കുന്നത്. മുഖ്യമന്ത്രി ഷാഫിയല്ല മന്ത്രി. വീണ ജോർജും പിണറായി വിജയനും ശൈലജ ടീച്ചറുമായിരുന്നു. വഴിതിരിച്ച് കൊണ്ടുപോയിട്ട് കാര്യമില്ല. നിങ്ങൾ ചെയ്യേണ്ട ഈ പറയുന്ന
ഒരു MLA എന്ന നിലയിൽ എന്താണ് പരിഹാരം? 2016 തൊട്ട് നിങ്ങൾ ഭരിക്കുമ്പോൾ സ്വാഭാവികമായും നിങ്ങൾ ആ മെഡിക്കൽ കോളേജ് ഫണ്ട് അനുവദിക്കും. അത് MLA-യുടെ ഇടപെടലല്ലേ? MLA നിങ്ങൾ ഡയറക്റ്റാണ് ഇടപെട്ടത്. അതെ, ആ തുക ഉൾപ്പെടെ ഈ വികസനത്തിന് വേണ്ടി ഇടപെട്ട് പ്രവർത്തിക്കുന്ന ഷാഫി പറമ്പിൽ MLA. മെഡിക്കൽ കോളേജ് അത് തുടർ സർക്കാരിന്റെ ഭാഗമാണ്. നിങ്ങൾ വകയിരുത്തിയാലും നിങ്ങൾ ഉത്തരവാദിത്തല്ലേ? ഈ നാട് ഭരിക്കുന്ന നിങ്ങളല്ലേ? ആ മെഡിക്കൽ കോളേജ് ഷാഫി കൊണ്ടുപോ, ഷാഫിന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നല്ലോ. ഈ സർക്കാരിനല്ലേ? ഈ സർക്കാർ ചോദ്യം കഴിഞ്ഞ ഉത്തരം. ഇനി അടുത്ത വിഷയം. ശരി, അടുത്ത ചോദ്യം. ആരോട്? ഷാഫി പറമ്പിൽ MLA എന്ത് വികസനം കൊണ്ടുവന്നത് പ്ലാരി പഞ്ചായത്ത് വ്യക്തിയായതുകൊണ്ട് ഞാൻ പറയാം. കൊടുന്തിരപ്പുള്ളിൽ മൂന്ന് ആരോഗ്യ വകുപ്പ് കൊണ്ടുവന്നത് കോൺഗ്രസ്സാണ്. കോൺഗ്രസ്സാണ് കൊണ്ടുവന്നത്. ഒരുപാട് ലിങ്ക് റോഡ് പ്ലാരി പഞ്ചായത്തിൽ ചെയ്തത് കോൺഗ്രസ്സുകാർ ഒരുപാട് മറ്റേ അഴിമതിയിലേക്ക് ഒരു MLA എല്ലാം കണ്ടോട്ടെ. ഞാൻ പ്ലാരി പഞ്ചായത്തിൽ മുഖം കൂടി കണ്ടോട്ടെ. ഒരു ആരോഗ്യ കേന്ദ്രമുണ്ട്. കൊടുന്തിരപ്പുള്ളിൽ ഞാൻ കാണിച്ചു കൊടുന്തിരപ്പുള്ളിൽ നമുക്ക് ഒപ്പം പോവാം. കൊടുന്തിരപ്പുള്ളിൽ കണ്ണാടി പഞ്ചായത്ത് നിങ്ങൾ കണ്ണാടി പഞ്ചായത്തിൽ നടത്തിയ ഈ പിയാരി പഞ്ചായത്ത് ചോദിച്ചതാണ്. ഞാൻ മറുപടി പറയട്ടെ. ചോദിച്ച ചോദ്യമാണ്, ഞാൻ മറുപടി പറയാം. ഇത്രേ പറയാനുള്ളൂ. ഈ ചേട്ടനെ നാട്ടുകാരൊന്ന് കണ്ടോട്ടെ. കാരണം പിരായിരി പഞ്ചായത്തിൽ ഒരു വികസനവും ഇല്ലാന്ന് നാട്ടിലെ ജനങ്ങൾക്ക് നന്നായിട്ട് അറിയാം. ഈ നാട്ടിൽ UDF കൊണ്ടുവന്നിട്ടുണ്ട്. കണ്ണാടി പഞ്ചായത്ത് മെഡിക്കൽ പഞ്ചായത്തും ഇവിടെ കൊണ്ട് നടത്തിയിട്ടുണ്ട്. മെഡിക്കൽ കോളേജ് മെഡിക്കൽ കൗൺസിൽ ഓഫ് ഇന്ത്യ മെഡിക്കൽ കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ അംഗീകാരം പോലും ഇല്ലാത്ത മെഡിക്കൽ കോളേജാണ് ഇവിടെ പാലക്കാട് മെഡിക്കൽ കോളേജ്. ശരി, മെഡിക്കൽ കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ അംഗീകാരം പോലും ഇല്ലാത്ത മെഡിക്കൽ കോളേജായിരുന്നു. മെഡിക്കൽ കോളേജായിരുന്നു ഇവിടെ തുടങ്ങിയത്. 2013 ഇല്ലാത്ത കോളേജ് വ്യാജന്മാർ ഒഴിഞ്ഞു. അംഗീകാരമുണ്ടായിരുന്നോ? സർക്കാരാക്കി മെഡിക്കൽ കോളേജിലെ കുട്ടികളെടുത്ത് വന്ന് നിങ്ങൾ ഈ ധൈര്യപൂർവ്വം പറയാൻ പറ്റുമോ? മെഡിക്കൽ കോളേജ് മെഡിക്കൽ കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ അംഗീകാരം പോലും ഇല്ലാത്ത ഒരു മെഡിക്കൽ കോളേജാണ് ഈ പാലക്കാട്. നിങ്ങൾ കല്ലിട്ട് പോകുന്ന മുഖ്യമന്ത്രിയും കല്ലിട്ട് പോയതിന്റെ അടുത്തുനിന്ന് സെൽഫി എടുക്കുന്ന MLA ഈ നാട്ടിലുള്ളത്. അല്ലാത്തൊരു MLA ഇവിടെ ഇല്ല. 2016 കൊണ്ട് ശരി 100 കോടി രൂപയോളം എട്ടുകാലി പാർട്ടി ആയതുകൊണ്ടാണ് ഇത്. ഷാഫി പറമ്പില് അതാ ഉമ്മൻചാണ്ടി കല്ലിട്ട് പോവുക. ചോദ്യം അല്ല, അത് വസീഫ് പറയും. ചോദ്യം ഷാഫി പറമ്പിൽ MLA ഇവിടെ ഇവര് വസീഫിന്റെ ആളുകളൊക്കെ സെൽഫി MLA എന്ന് പരിഹസിക്കുമ്പോ 3 തവണ ഈ ഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിച്ച ആളാണ്. അതാണ് ഷാഫി പറമ്പിൽ. RSS സംഘപരിവാറിന്റെ പേര് പോരാട്ട നേതാവ് അജിത് കുമാർ, RSS അജിത് കുമാർ, ക്രമസമാധാനത്തെ പോലുള്ള ADGP അജിത് കുമാർ, പിണറായി വിജയനും RSS നേതാവ് മംഗള പുനർനിർണയം നടന്നു. MLA ഷാഫി ജയിക്കുന്നു, മുനിസിപ്പാലിറ്റി BJP ജയിക്കുന്നു. അങ്ങനെ ഡീല് നടത്തുന്നവരാണ് നിങ്ങൾ എന്നാണ് ഇവിടെ തരുൺ ഉൾപ്പെടെ പറയുന്നത്. മുനിസിപ്പാലിറ്റി വോട്ടുള്ളത് 17,000 ലീഡ് 3,700
ഞാൻ പറയുന്നത് കേൾക്കും. നിങ്ങൾ മൂന്നാം സ്ഥാനത്ത് വന്നാൽ നിങ്ങളെ വോട്ട് ക്യാമറ നിങ്ങൾ പറയും. വട്ടിയൂർക്കാവിലെ കുറച്ച് പുറകിലേക്ക് ഞങ്ങൾ ഒന്നാം സ്ഥാനത്തായി. തൃശ്ശൂരിൽ നിങ്ങൾ ഒന്നാം സ്ഥാനത്തായിരുന്നു, നിങ്ങൾ മൂന്നാം സ്ഥാനത്തായി. ശരി 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 BJP CPM രണ്ടാം സ്ഥാനത്തിന് വേണ്ടി മത്സരം. ഞങ്ങളാണ് ഇവിടെ ജയിക്കാൻ പോകുന്നത്. ഞങ്ങളാണ്. ഇല്ല 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 ഇനി BJPയുടെ നിലപാട് കൂടി നിങ്ങൾ അറിയണമല്ലോ. ഇവിടെ BJP രണ്ടാം സ്ഥാനത്ത് വന്നിട്ടുള്ള മണ്ഡലമാണ്. ഉല്ലാസ് ബാബു ഇപ്പൊ താങ്കളെ ഈ തർക്കം കണ്ടു നിൽക്കേണ്ട ആളല്ലല്ലോ. ഡീലാണെന്നാണ് ആരോപണം. ആരെ ജയിപ്പിക്കാനുള്ള ഡീല് പറയും, ഉല്ലാസ് പറയും. തൃശ്ശൂരിൽ ഒന്നാം സ്ഥാനത്ത് നിന്ന് മൂന്നാം സ്ഥാനത്തേക്ക് പോയത് കോൺഗ്രസ് ആണ്. 1.5 ലക്ഷം വോട്ട് തൃശ്ശൂരില് 1.5 ലക്ഷം വോട്ട് മണ്ഡലത്തിൽ കിട്ടിയ 1 ലക്ഷം വോട്ട് പോയില്ലേ? 86,000 വോട്ട്. 86,000 വോട്ട്. പൂരം കലക്കി കൊടുത്ത് 86,000 ഞാൻ പറയുന്നത് വോട്ട്. 86,000 വോട്ട്. BJP ജയിപ്പിച്ച പൂരം കലക്കി കൊടുത്ത് പൂരം കലക്കി കൊടുത്ത് BJP ജയിച്ചത് ക്യാമറ പറഞ്ഞല്ല. LDF സ്ഥാനാർത്ഥി ഒരു സെക്കൻഡ് അല്ല ആയിക്കോട്ടെ. നിങ്ങൾ ഇങ്ങനെ നിന്ന് സംസാരിച്ചാൽ ഒരു കാര്യം ഞാൻ പറയട്ടെ. നിങ്ങൾ ഇങ്ങനെ നിന്ന് സംസാരിച്ചാൽ ഇത് ക്യാമറയിൽ ഇവരെ കിട്ടില്ല. കുറച്ച് പുറകിലേക്ക് ഇറങ്ങി എല്ലാവർക്കും മൈക്ക് തരാം സംസാരിക്കാം. മൈക്ക് തരാം. കുറച്ച് പുറകിലേക്ക് നിൽക്കൂ, എന്നാലേ ഇത് കാണാൻ പറ്റൂ. ഇനി ഓക്കെ, BJPയുടെ കാര്യം ഉല്ലാസ് ബാബു പറഞ്ഞ ശേഷം ചോദ്യത്തിലേക്ക് പറ. ബഹുമാനരായിട്ടുള്ള വോട്ടർമാരെ, നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ബഹളം വെച്ച് ഓളിയിട്ടുണ്ട്. ഇടതുപക്ഷത്തിന്റെ പ്രതിനിധിയെ സംബന്ധിച്ചിടത്തോളം വലതുപക്ഷത്തിന്റെ പ്രതിനിധിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ സ്ഥാനാർത്ഥികൾ എന്താണ് ജയിച്ചു വന്നാൽ ഇവിടെ നിങ്ങൾക്ക് ചെയ്തു തരാൻ സാധിക്കുക എന്ന് പറയുന്നത് നമുക്ക് കേൾക്കാൻ സാധിക്കില്ല. ജമാൽക്ക, അപ്പോൾ ഇതേപോലെ തന്നെ BJPയുടെ സ്ഥാനാർത്ഥിയായിട്ടുള്ള ശ്രീ കൃഷ്ണകുമാർ ജയിച്ചു വന്നാൽ ഞങ്ങൾക്ക് എന്ത് ചെയ്തു തരാൻ സാധിക്കുമെന്നുള്ളത് എന്നെ സംബന്ധിച്ച് ഞാൻ പറയേണ്ട ബാധ്യതയുണ്ട്. ഈ 3 പേരും അവരവരുടെ സ്ഥാനാർത്ഥികൾ ജയിച്ചു വന്നാൽ പാലക്കാടിൻ്റെ നിയമസഭയിൽ അടിസ്ഥാനപരമായിട്ടുള്ള എന്തെല്ലാം മാറ്റങ്ങൾ വരുത്തുന്നു എന്ന് പറയുമ്പോൾ അത് കേൾക്കാനുള്ള ഒരു മാന്യത ഇടതുപക്ഷത്തിൻ്റെയും വലതുപക്ഷത്തിൻ്റെയും മറ്റ് നിഷ്പക്ഷരും ഒന്ന് കേൾക്കണം. നോക്കൂ, നമ്മുടെ നാടിനകത്ത് പ്രത്യേകിച്ച് പ്രായരി പോലെയുള്ള മാത്തൂർ പോലെയുള്ള പാലക്കാട് മുനിസിപ്പാലിറ്റി അടങ്ങുന്ന വിവിധ സംവിധാനങ്ങളുടെ ഭാഗമായിട്ടുള്ള പാലക്കാട് നിയോജക മണ്ഡലം. ഈ പാലക്കാട് നിയോജക മണ്ഡലത്തിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ ശ്രീ കൃഷ്ണകുമാറിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം വിജയിച്ചു വരികയാണ് എങ്കിൽ സ്വാഭാവികമായിട്ട് ഇവിടെ ഇപ്പോൾ ഉന്നത വിദ്യാഭ്യാസ മേഖലകളിൽ നമ്മുടെ ചെറുപ്പക്കാർ ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്ന ഒരു പ്രയാസമാണ്. ഒരു അക്കാഡമിക് സിറ്റി ഇവിടെ ഇല്ല, ഒരു നോളജ് സിറ്റി ഇല്ല. IIT ഉണ്ട് എന്നുള്ള യാഥാർത്ഥ്യത ഒഴിച്ചാൽ മറ്റ് അക്കാഡമിക് സിറ്റിയും നോളജ് സിറ്റിയും വരേണ്ട ഒരു ബാധ്യത നമുക്കിവിടെ ഉണ്ട്. 3800 കോടി രൂപയുടെ സ്മാർട്ട് സിറ്റി അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ സ്മാർട്ട് സിറ്റി പദ്ധതി നടപ്പിലാക്കുമ്പോൾ അവിടെ നിരവധി ആളുകൾക്ക് തൊഴിൽ വേണ്ടതുണ്ട്. അത് കൃത്യമായി സമയം നഷ്ടമില്ലാതെ, നേരത്തെ നിങ്ങൾ മെഡിക്കൽ കോളേജിൻ്റെ വിഷയം വരുമ്പോൾ 2 പേരും പ്രയാസമുണ്ട്. എന്താണ് പ്രയാസം ഉണ്ടാകുന്നത്? റെജിൽ പറയുന്നത് അത് ഷാഫി പറമ്പിൽ കഷ്ടപ്പെട്ട് പണിയെടുത്ത് കൊണ്ടുവന്നു. വസീഫ് പറയുന്നത് പിണറായി വിജയൻ്റെ കാലഘട്ടത്തിൽ ഉണ്ടായതാണെന്നുള്ളത്. പിണറായി വിജയനാണ് എങ്കിലും, പിണറായി വിജയന് മുമ്പുണ്ടായിരുന്ന ബഹുമാനായ ഉമ്മൻചാണ്ടിയാണ് എങ്കിലും ജനങ്ങൾക്ക് തരേണ്ട കാര്യങ്ങളെ സമയം നഷ്ടപ്പെടാതെ നിങ്ങൾക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഒരു ജനപ്രതിനിധിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ചെയ്യേണ്ട പ്രവൃത്തി. അവിടെ 13 വർഷക്കാലം നിങ്ങൾക്ക് ലാഗ് ഉണ്ടായി എന്നുള്ളതാണ് ഞങ്ങൾ ഉന്നയിക്കുന്ന വിഷയം. അവിടെ BJPയെ സംബന്ധിച്ചിടത്തോളം കേന്ദ്ര സർക്കാരിന്റെ പദ്ധതികൾ അത് കർഷകന്റെ വിഷയമായിക്കോട്ടെ, സഹോദര, അത് കർഷകന്റെ വിഷയമായിക്കോട്ടെ. ഞാൻ ചോദിച്ചോട്ടെ മറുപടി പറയാലോ. ശരി, പറയൂ. മുനിസിപ്പാലിറ്റിക്കകത്ത്, ഈ പാലക്കാട് മുനിസിപ്പാലിറ്റിക്കകത്ത് എന്തിനാണ് അങ്ങേക്ക് ദേഷ്യം വരുന്നത്? വളരെ ജെന്റിലായിട്ട് ചോദിക്കൂ, വളരെ മാന്യമായി ചോദിക്കൂ. ഞാൻ മറുപടി പറയാം. വളരെ മാന്യമായി ചോദിച്ചോളൂ, ഞാൻ മറുപടി പറയാം. എന്തിനാണ് പ്രഷർ? പ്രാരി പഞ്ചായത്തില് പിന്നെ ഇതാണെന്ന് പറഞ്ഞു. 33 ബൂത്താണ് പാരി പഞ്ചായത്തിലുള്ളത്. 33 ബൂത്തില് 23 ബൂത്തിൽ UDF 40% മുന്നിൽ വോട്ട് ചെയ്തിട്ടാണ്. അതായത് പ്രാരിയിൽ മുന്നിലല്ല എന്ന് പറഞ്ഞല്ലോ, പ്രാരിയിൽ ഞങ്ങൾക്ക് ലീഡ് കിട്ടുമെന്ന് പറഞ്ഞല്ലോ. നിലവിൽ ഈ 33 ബൂത്തിൽ 23 ബൂത്തിൽ 40% വോട്ട് വാങ്ങി മുന്നിൽ നിൽക്കുന്നത് UDF ആണ്, LDF അല്ല. പിന്നെ രണ്ടാമത്തത് വ്യാജൻ എന്നുള്ള ആരോപണത്തിന് ഇന്ന് ഞാൻ പറഞ്ഞുതരാം. കോടതിയിൽ ബിരിയാണി ചാലഞ്ച് നടത്തി കേസ് പിടിച്ചു.
അതിന് കൊണ്ടുപോയ കടലാസില്ലേ അതും ഡ്യൂപ്ലിക്കേറ്റ്. പറയൂ. ബിരിയാണി ചലഞ്ച് ഇവിടെ ഒരു ചോദ്യം അല്ല എന്നോടാ ചോദ്യം, അദ്ദേഹം ഒരു ചോദ്യം ചോദിച്ചു. എന്നോടാ ചോദ്യം. അല്ല ഞാൻ അതിൽ പറയാം. ഇവിടെ ഇപ്പോൾ ഈ മുനിസിപ്പാലിറ്റി ഞാൻ പറഞ്ഞു വന്നു, മുനിസിപ്പാലിറ്റി ഭരിച്ചുകൊണ്ടിരിക്കുന്നത് BJP ആണ്. ഈ മുനിസിപ്പാലിറ്റിയിൽ ഒരു ടൗൺ ഹാൾ പോലും 8 കൊല്ലമായി പൊളിച്ചിട്ട് ഒരു ടൗൺ ഹാൾ പോലും ഒന്ന് ഈ നാട്ടുകാർക്ക് തുറന്നു കൊടുക്കാൻ പറ്റാത്തവർ എന്ത് വികസനം കൊണ്ടുവരാനാ? പിന്നെ വലിയ IT സിറ്റി ഒക്കെ പറയുന്നു. നിങ്ങൾ ഈ രാജ്യത്തിന്റെ പട്ടിണി സൂചിയെക്കുറിച്ച് പഠിക്ക്. 105-ാം സ്ഥാനത്താണ് അങ്കർ ഇൻഡെക്സിൽ ഇന്ത്യയുള്ളത്. പട്ടിണി കിടന്ന് മനുഷ്യർ മരിക്കുക ഈ രാജ്യത്ത് BJP ഭരണത്തിൽ. നിങ്ങൾക്ക് ഈ മണ്ഡലത്തിൽ എന്നല്ല ഈ നാട്ടിൽ ഒരു വികസനവും ജനപക്ഷത്തു നിന്ന് നടപ്പിലാക്കാൻ പറ്റില്ല. പിന്നെ നിങ്ങൾ പറയുന്നു ആരാണ് ഈ തട്ടിപ്പ് നടത്തുന്നത്? നിങ്ങളാ തട്ടിപ്പ് നടത്തിയവര്. ഇവിടെ മുസ്ലിം ലീഗിന്റെയും കത്വ ഫണ്ടും സുനാമി ഫണ്ടും ഒക്കെ തട്ടിപ്പ് നടത്തിയിട്ട് അതിനെതിരെ പരാതി കൊടുത്തത് മുസ്ലിം ലീഗിന്റെ ദേശീയ വൈസ് പ്രസിഡന്റ് ഞങ്ങൾക്ക് അതിൽ ഒരു ബന്ധമില്ല. ഞങ്ങൾ വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങൾ കത്വ ഫണ്ട് ഞങ്ങളുടെ പാർട്ടിയിൽ നിന്ന് വർഷങ്ങൾക്ക് മുമ്പ് പുറത്താക്കിയവരെ കുറിച്ചാണ് നിങ്ങൾ ഈ കഥ പറയുന്നത്. അല്ല ഞങ്ങളുടെ അല്ല. എന്നാൽ നിങ്ങളുടെ അങ്ങനെയല്ല. സുനാമി ഫണ്ട്, കത്വ ഫണ്ട് എല്ലാം ഞങ്ങൾ ഈ കേരളത്തിലുടനീളം. ആരോടാ ചോദ്യം? ഞാൻ BJPന്റെയും കോൺഗ്രസിന്റെയും പ്രതിനിധിയോടാണ് ചോദ്യം. ഏതായാലും വികസനത്തെക്കുറിച്ച് പറയുന്നില്ല എന്നാണ് നിങ്ങളുടെ പരാതി. ഇപ്പൊ കോൺഗ്രസ് ഇവിടെ പരിപാടി പറഞ്ഞപ്പോഴും കേട്ടത് അതാണ്. പ്ലീസ് 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 തർക്കം. ഹലോ, അപ്പൊ വികസനത്തെക്കുറിച്ചാണ് എന്റെ ചോദ്യം. അതായത് കേരളത്തില് വികസനം ഇല്ല എന്നാണ് BJPയും കോൺഗ്രസും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എങ്കിലും അതേ ചോദ്യം കഴിഞ്ഞ പ്രാവശ്യം ഉല്ലാസമായിട്ട് ഇവിടെ പരിപാടിക്ക് വന്നപ്പോൾ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു, അന്ന് മറുപടി പറയാൻ പറ്റിയില്ല. അപ്പൊ എന്റെ ചോദ്യം, കേരളത്തില് ആരോഗ്യ മേഖലയിൽ ഇന്ത്യ എന്ന നമ്മുടെ ഈ രാജ്യത്ത് ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന സംസ്ഥാനം ഏതാണ്? ഒരു ക്വസ്റ്റ്യൻ പറയാണ്. അതുപോലെ ആരോഗ്യ മേഖലയിൽ പറഞ്ഞ് പട്ടിണിയിൽ ഈ ഇന്ത്യ രാജ്യത്ത് ജനങ്ങൾ പട്ടിണി കിടക്കുന്ന കേരളത്തിൽ എന്ന് ഉല്ലാസേട്ടൻ പറഞ്ഞ് ഈ സംസ്ഥാനങ്ങളിൽ 32 സംസ്ഥാനങ്ങളിൽ ഏറ്റവും കൂടുതൽ പട്ടിണി കിടക്കുന്ന സംസ്ഥാനം ഏതാണ്? BJPന്റെ ആണെങ്കിൽ അങ്ങനെ, കോൺഗ്രസിന്റെ ആണെങ്കിൽ കേരളമാണോ? അത് പറയണം നിങ്ങൾ. ശരി, ഇതിന് ഉത്തരം കഴിഞ്ഞിട്ട് ഒരു ബ്രേക്ക് എടുക്കും. പട്ടിണി, ആരോഗ്യം. എനിക്ക് പേരൊന്ന് ചോദിക്കാലോ. അഫ്സലിന്റെ ചോദ്യം വളരെ രസകര, കൃത്യമായിട്ടുള്ള ചോദ്യം. പറയട്ടെ. കോൺഗ്രസും CPM ഓളിയിട്ട് കളിക്കരുത് പ്ലീസ്. അഫ്സൽജി ഒരു കാര്യം ചോദിച്ചോട്ടെ. ആരോഗ്യ രംഗത്ത് സ്വാഭാവികമായിട്ട് പാലക്കാട് ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് PHCയും THCയും അടക്കമുള്ള അത് താലൂക്ക് സംവിധാനവും അതുപോലെ തന്നെ ജില്ലാ സംവിധാനവും അതുപോലെ തന്നെ താഴെക്കിടയുള്ള എല്ലാ സംവിധാനങ്ങളും പ്രൈമറി ഹെൽത്ത് സെന്റേഴ്സ് അടക്കമുള്ള നിൽക്കുന്ന സമയത്ത് നമ്മുടെ സാധാരണക്കാരായിട്ടുള്ള ജനവിഭാഗങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രയാസം വരുമ്പോൾ പ്രായരി അടക്കമുള്ള മാത്തൂരടക്കമുള്ള പാലക്കാട് അടക്കമുള്ള ആളുകൾക്ക് ഏറ്റവും കൂടുതൽ എത്തുന്നത് ഞാൻ ഉള്ള തൃശ്ശൂർ മെഡിക്കൽ കോളേജിലേക്കും ജൂബിലി മിഷൻ ഹോസ്പിറ്റലിലേക്കുമാണ്. എന്തുകൊണ്ടാണ് ഇത്ര കാലമായിട്ട് പാലക്കാടിന്റെ ആളുകൾക്ക് ഒരു എക്സ്പെർട്ടൈസ് ചികിത്സ വേണ്ടി വരാൻ അങ്ങോട്ട് ഓടി വരേണ്ടത്? ഇവിടെ ജനപ്രതിനിധികൾ ഇല്ലാത്തത് കൊണ്ടല്ലോ, ജനപ്രതിനിധികളെ കൃത്യമായി നടപ്പിലാക്കേണ്ടത്. രണ്ട്, ബഹുമാനായ വസീഫ് അങ്ങ് ചോദിച്ചതിന്റെ ഒരു ചോദ്യം ഇദ്ദേഹം പറഞ്ഞു, സൂചിക കൽച്ചട്ടിയിലിട്ട് വെന്താൽ നമുക്ക് വിശപ്പ് മാറില്ല, അതിന് നെല്ലെന്നെ വേണം. ആ നെല്ലിന്റെ പൈസ കേന്ദ്രം കൊടുക്കുമ്പോ ആഗോള സൂചിക കൽച്ചട്ടിയിലിട്ടാൽ അന്നം കഴിക്കാൻ പറ്റൂല. ആ കേന്ദ്ര സർക്കാർ കൊടുക്കുന്ന പൈസ എന്തിനാണ് കേരളം വെട്ടിക്കുറച്ചത്? നിങ്ങൾ ഇരിക്കുന്ന കർഷകരില്ലേ, നിങ്ങൾ കർഷകരില്ലേ, കേന്ദ്രത്തിന്റെ വിഹിതം വെട്ടിക്കുറച്ചിട്ടുണ്ടോ ഇല്ലയോ ഒന്ന് പറയൂ. വെട്ടിക്കുറച്ചിട്ടുണ്ടോ?
മറുപടി പറയാം ഞാനാ മറുപടി പറയണ്ടേ? അഭിലാഷേ ഞാനാ മറുപടി പറയണ്ടേ? ഒരു കാര്യം അല്ല, ഇന്ത്യയിലെ കേരളമല്ലാതെ ഒറ്റ ചോദ്യം. സപ്പോർട്ടിംഗ് പ്രൈസ് ഇന്ത്യയിലല്ലാതെ ഒരു സംസ്ഥാനത്തും നെല്ലിന് പോട്ടെ ഒരു ഉൽപ്പന്നങ്ങൾക്കും കേന്ദ്രം കൊടുക്കുന്ന സബ്സിഡിയുടെ പുറത്ത് മറ്റൊരു സപ്പോർട്ടിംഗ് പ്രൈസ് കൊടുക്കുന്ന ഏക സംസ്ഥാനം കേന്ദ്രം കൊടുത്ത പൈസ പരിപൂർണമായിട്ട് കേരളം വെട്ടിക്കുറച്ചിട്ടില്ല എന്ന് പറയുകയാണെങ്കിൽ എന്റെ രാഷ്ട്രീയ ജീവിതം ഞാൻ കർഷകരോട് ചോദിക്കാം. നിങ്ങൾ കർഷകരോട് ചോദിക്കാം, കേന്ദ്രം കൊടുത്ത പൈസ കേരളം കുറച്ചിട്ടില്ല എന്ന് ഒരു കർഷകൻ പറയുകയാണെങ്കിൽ ഞാൻ എന്റെ രാഷ്ട്രീയ ഞാൻ പറയാം. രണ്ടാമത് ചോദിക്കട്ടെ, ഈ കേരളം കൊടുത്തു ഒരു മൃഗത്തിനെ വഴിയിലിട്ട് വെട്ടിക്കൊന്നോളല്ലോ, ആ വർത്തമാനം അവിടെ നിർത്തും. ഒരു ജീവനെ വഴിയിലിട്ട് വെട്ടിക്കൊന്ന കൊലപാതകിയല്ലേ, ആ വർത്തമാനം അവിടെ നിർത്തിക്കോട്ടെ. ആ വർത്തമാനം അവിടെ നിർത്തിക്കോട്ടെ. പാലക്കാടിനെ നശിപ്പിച്ചവനല്ലേ 13 കൊല്ലം. നീ കയ്യാങ്കളി വേണ്ട 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 കയ്യാങ്കളി വേണ്ട. അല്ല, ഇത് ശരിയല്ല 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 ശരിയല്ല. കയ്യാങ്കളി വേണ്ട. നോക്കൂ നോക്കൂ നോക്കൂ, കയ്യാങ്കളി കയ്യാങ്കളി വേണ്ട കയ്യാങ്കളി വേണ്ട കയ്യാങ്കളി വേണ്ട. കയ്യാങ്കളി വേണ്ട. അല്ല അല്ല അല്ല, സമാധാനപ്പെടും സമാധാനപ്പെടും സമാധാനപ്പെടും. കയ്യാങ്കളി വേണ്ട. ക്ഷമിക്കൂ ക്ഷമിക്കൂ. കയ്യാങ്കളി വേണ്ട കയ്യാങ്കളി വേണ്ട കയ്യാങ്കളി വേണ്ട. രണ്ടുപേരും കയ്യാങ്കളി വേണ്ട. നമ്മൾ സമാധാനപരമായല്ലേ ചർച്ച നടത്തുന്നത്. നിങ്ങൾ പറയുന്നത് കേൾക്കൂ. കയ്യാങ്കളി വേണ്ട. നോക്കൂ നമ്മള് വളരെ പ്രതികൂലമായ സാഹചര്യത്തിലും നമ്മൾ ചർച്ച നടത്തിയതാണ്. നിങ്ങൾ സമാധാനം പാലിക്കൂ സമാധാനം പാലിക്കൂ സമാധാനം പാലിക്കൂ. കയ്യാങ്കളി വേണ്ട കയ്യാങ്കളി വേണ്ട. ഇല്ല ഇല്ല ഇല്ല, നിങ്ങൾ ഇല്ല 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 ഇല്ല, എല്ലാവരും സമാധാനം പാലിക്കൂ. എല്ലാവരും സമാധാനം പാലിക്കൂ സമാധാനം പാലിക്കൂ സമാധാനം പാലിക്കൂ. യെസ് യെസ്. ഇല്ല 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 ഇല്ല, എല്ലാവരും ഞാൻ പറയുന്നത് കേൾക്കൂ ചർച്ച. ഇല്ല അങ്ങനെ ഇല്ല, എല്ലാവരും പഴയ സ്ഥലത്തേക്ക് പോകും. ശരി, ഇതൊരു ചർച്ചയല്ലേ സംവാദമല്ലേ. അല്ല, നിങ്ങൾ പുറകിലേക്ക് നിൽക്കൂ. ഇല്ലെന്നേ ഇല്ല, പുറകിലേക്ക് നിൽക്കൂ. മറുപടിയൊക്കെ പറയും. അല്ലല്ല, നിങ്ങൾ പുറകിലേക്ക് എല്ലാവരും പുറകിലേക്ക് നിൽക്കൂ. ഒന്നുമില്ല ചർച്ച നടത്താം. ശരി, പുറകിലേക്ക് നിൽക്കൂ. ചർച്ച ഇല്ല നിങ്ങൾ അങ്ങോട്ട് ഇല്ല, ഞാൻ പറഞ്ഞില്ലേ, എല്ലാവരും പുറകിലേക്ക് നിൽക്കും. അപ്പൊ എല്ലാവരും സംസാരിച്ചാൽ ഇല്ല, പുറകിലേക്ക് നിൽക്കും. പിറകിലേക്ക് ഇറങ്ങി നിൽക്കൂ. ഉല്ലാസം നിൽക്കൂ. യെസ്, പ്രശ്നമില്ല. അല്ല ഇനി നമുക്ക് ഒരു കാര്യം ചെയ്യാം. ഒരു കൂൾ ഓഫ് ടൈം എടുക്കാം. ഒരു ചെറിയ ഇടവേള ഞാൻ മൈക്കൊക്കെ തരാം. ഈ സമയത്ത് ഒരു ഇടവേളയ്ക്ക് ശേഷം ചർച്ച പുനരാരംഭിക്കും. നിങ്ങൾ സമാധാനപൂർവ്വമായ ഒരു കൂൾ ഓഫ് ടൈം. ഓക്കെ. നമ്മുടെ ചിഹ്നം വീണ്ടും ആരംഭിക്കുകയാണ്. ഒരു പ്രതികൂലമായ കാലാവസ്ഥയിൽ നടത്തിയ ചർച്ചയാണ്. എന്നാലും വലിയ ആവേശപൂർവ്വം തന്നെ സംവാദത്തിലേക്ക് പിരായിരിക്കാർ എത്തിയിട്ടുണ്ട്. ചെറിയ ചില വാക്കേറ്റങ്ങളെ കാര്യമായി എടുക്കേണ്ടതില്ല. ഇനി നമ്മൾക്ക് ചോദിക്കാനുള്ള ഗൗരവപൂർണ്ണമായിട്ടുള്ള മർമ്മപ്രധാനമായ ചോദ്യങ്ങൾ ഇവിടെ ചോദിച്ചിട്ടുണ്ട്. എനിക്ക് ചോദിക്കാനുള്ളത് LDFന്റെ വസീഫിനോടാണ്. കാരണം രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന സ്ഥാനാർത്ഥി എപ്പോഴും വ്യാജൻ എന്ന് പറഞ്ഞ് കളിയാക്കാറുള്ള ഇവരോട്
ഇവരുടെ ചിഹ്നമില്ലാത്ത സ്ഥാനാർത്ഥി സരിൻ, തിരുവല്ലാമലക്കാരനായ ഒറ്റപ്പാലത്ത് വോട്ടറുള്ള സരിൻ എങ്ങനെയാണ് 2 മാസവും കൂടി താമസിക്കാതെ പാലക്കാട്ടിൽ എങ്ങനെയാണ് വോട്ട് ചേർത്തിയതെന്നും, അതുപോലെ തന്നെ ഗൾഫിലുള്ള ഭാര്യ ഇവിടെ താമസിക്കാതെ 6 മാസം താമസിച്ചാൽ മാത്രമാണ് റെസിഡൻസ് സർട്ടിഫിക്കറ്റ് പഞ്ചായത്തിൽ നിന്ന് കിട്ടുകയുള്ളൂ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിയിൽ നിന്ന് കിട്ടുകയുള്ളൂ. എങ്ങനെയാണ് ഈ സർട്ടിഫിക്കറ്റ് ഇല്ലാതെ കള്ളത്തരത്തിൽ വ്യാജമായി വോട്ട് ചേർത്ത് എന്നുള്ളത് ഒന്ന് പറയുന്നത്. സരിൻ എങ്ങനെ പാലക്കാട്ടെ വോട്ടറോ? അല്ല, 3 മാസം മുമ്പാണ് അദ്ദേഹം ഇവിടെ വോട്ടറായത് എന്ന് ഇദ്ദേഹം തന്നെ പറയുന്നുണ്ട്. ആ സമയത്ത് ഞങ്ങളുടെ പ്രതിനിധിയല്ല എന്നുള്ളത് നിങ്ങൾക്കറിയാം. അദ്ദേഹം തന്നെ ഇന്ന് വളരെ കൃത്യമായി എവിടെ വേണമെങ്കിലും ഏത് പ്രസ് ക്ലബിന് മുമ്പിലും വന്നിട്ട് VD സതീശൻ എന്ന് പറയുന്ന നിങ്ങളുടെ പ്രതിപക്ഷ നേതാവിനോട് കൃത്യമായി വെല്ലുവിളിച്ച് പറഞ്ഞിട്ടുണ്ട് ഏത് രേഖയും ഏത് സമയത്തും ഹാജരാക്കാൻ തയ്യാറാണ് എന്ന്. എന്നാൽ എതിരാളികളോട് പറഞ്ഞത്, നിങ്ങളുടെ വോട്ടുകളെ കുറിച്ച് പറഞ്ഞത്, വോട്ടുകളെ കുറിച്ച് പറഞ്ഞത് എന്താ? നിങ്ങൾ കൃത്രിമമായി ഇവിടെ വോട്ട് ചേർക്കാൻ ബോധപൂർവമായി ഇടപെട്ടു. മാധ്യമപ്രവർത്തകർ പോയി ചോദിച്ച സമയത്തും ഞങ്ങൾക്ക് 10 ദിവസം കൊണ്ട് ID കാർഡ് കിട്ടി, 20 ദിവസം കൊണ്ട് ID കാർഡ് കിട്ടി. അവിടെയാണ് പ്രശ്നം. ഈ ഐഡന്റിറ്റി കാർഡാണ് ഞങ്ങൾ പറഞ്ഞത് വ്യാജനാണ് എന്ന്. ആ ഐഡന്റിറ്റി കാർഡുകൾ പരിശോധിക്കണം എന്ന് തന്നെയാണ് ഞങ്ങൾ ഈ കേരളത്തോടും കേന്ദ്രത്തോടും, കാരണം ഇത് ദേശസുരക്ഷയുമായി ബന്ധപ്പെട്ട അതിഗുരുതരമായ ഒരു ആരോപണമാണ്. ഇവിടെ യൂത്ത് കോൺഗ്രസ് വസീഫല്ല സുഹൃത്തെ, വസീഫല്ല, ഷാനിബ്, സദ്ദാം ഹുസൈൻ, കോഴിക്കോട്ടെ നിങ്ങളുടെ നാഷണൽ കോർഡിനേറ്റർ, യൂത്ത് കോൺഗ്രസിന്റെ ഭാരവാഹികളാണ്. നിങ്ങൾക്ക് സാധിച്ചിട്ടില്ല. എന്തുകൊണ്ടാണ് സാധിക്കാത്തത്? അതായത് തെളിവില്ലാത്തതുകൊണ്ടാണ് നിങ്ങൾക്ക് ഒരാളെ പോലും ഉത്തരം പറയാൻ സമയം ഒരു മിനിറ്റ്. നിങ്ങൾ പറഞ്ഞു സരിന് കോൺഗ്രസിലുണ്ടായിരുന്ന സമയത്ത് ആദർശം ശരിയില്ലാത്തത് കൊണ്ടാണ് CPM-ലേക്ക് വന്നത്. എപ്പോഴാണ് സരിന് ഈ ആദർശം ശരിയില്ല എന്ന് തോന്നാനുണ്ടായ കാരണം? രണ്ടാമത്തെ, അതായത് കോൺഗ്രസ് സീറ്റില്ല എന്ന് കണ്ടതുകൊണ്ടാണ് ആദർശം മാറാൻ കാരണം. രണ്ടാമത്തേത് BJP-ന്റെ ആളോടാണ്, സരിന് നിങ്ങളുമായിട്ട് ചർച്ച നടത്തിയിട്ടുണ്ടോ സ്ഥാനാർത്ഥിയാവാൻ? ആദ്യം വസീഫ്, പിന്നെ ഇവിടെ ഞാൻ പറഞ്ഞല്ലോ, സരിൻ മാത്രമല്ലല്ലോ, ഷാനിബ് നിങ്ങളുടെ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന സെക്രട്ടറിയാണ്. ഇന്ന് നിങ്ങളുടെ ഒരു വിക്കറ്റ് കൂടി നഷ്ടപ്പെട്ടിട്ടുണ്ട്. നിങ്ങളുടെ മഹിളാ കോൺഗ്രസിന്റെ ജില്ലാ സെക്രട്ടറി ഞങ്ങളോടൊപ്പം വന്നു. സീറ്റ് കൊടുത്തിട്ടല്ല, സ്വതന്ത്രനാണ്. നിങ്ങളുടെ യൂത്ത് കോൺഗ്രസിന്റെ ഭാരവാഹികൾ കൂട്ടത്തോടെ പത്തനംതിട്ടയിൽ നിന്ന് ഉത്തരം പറയുമ്പോ കൊഞ്ഞനം കാണിക്കല്ലേ, കാണിക്കല്ലേ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത ഉത്തരവാണെങ്കിൽ ഇങ്ങനെ അസഹിഷ്ണുത കാണിക്കല്ലേ. നിങ്ങളിവിടെ ബഹളം വെച്ച് ചർച്ചയെ വൈതിരിച്ചു കൊണ്ടുപോകല്ലേ. ഉത്തരം എനിക്ക് പറയണം. എന്നോട് ചോദിച്ചാൽ ഞാനല്ലേ അതിന്റെ ഉത്തരം പറയേണ്ടത്. എന്നോട് ചോദിച്ച ചോദ്യത്തിനല്ലേ ഞാൻ ഉത്തരം പറയേണ്ടത്. ഉപേക്ഷിച്ചു പോയത് പറയുന്നത് അടുത്ത വിക്കറ്റ്. പോലീസ് അന്വേഷിക്കൂ. ഞങ്ങൾ മാത്രമല്ല, റിജിൽ മാക്കുറ്റിക്ക് തന്നെ നെഞ്ചത്ത് കൈവച്ച് പറയാൻ പറ്റുമോ കഴിഞ്ഞ യൂത്ത് കോൺഗ്രസ് തെരഞ്ഞെടുപ്പിൽ കൃത്രിമത്വം നടന്നിട്ടില്ല? പറയാൻ പറ്റില്ല. ഞങ്ങളുടെ സംഘടന വ്യാജ ID കാർഡ് ഉണ്ടാക്കിയിട്ട് പിന്നെ ഇത് ട്രോളി പോലെ സർവത്ര വ്യാജമാണ്. നിങ്ങളുടെ രാഷ്ട്രീയ പ്രതിനിധികൾ നിൽക്കുന്നത് നിങ്ങളുടെ ചോദ്യങ്ങൾക്കും എല്ലാവർക്കും മറുപടി കൊടുക്കാൻ. അപ്പൊ അവരുടെ മറുപടി പറയുന്ന സമയത്ത് മറ്റുള്ളവർ ബഹളം ഉണ്ടാക്കാതെ ഇറ്റ്സ് എ റിക്വസ്റ്റ്. നോക്കൂ, അദ്ദേഹം ചോദിച്ചു, സരിൻ ഞങ്ങളോട് വഴി ചർച്ച എടുത്തിരുന്നു. ഞങ്ങൾക്ക് പാലക്കാട് മത്സരിക്കാൻ നിലവിൽ സ്ഥാനാർത്ഥികളും പാർട്ടി മെമ്പർമാരും നിലവിലിരിക്കെ ഇപ്പൊ തൽക്കാലം വേറെ സംവിധാനം ആന്റണിയുടെ മകനെ നേരത്തെ കിട്ടിയോണ്ട് ഇനി ആളെ ആവശ്യമില്ല.
ആന്റണിയുടെ മകനെ ഇതുപോലെ കൊണ്ടുപോയി സ്ഥാനാർത്ഥി നിങ്ങൾ കണ്ടല്ല. ആന്റണിയുടെ മകൻ നമ്മൾ കണ്ടതാ. അന്ന് ഇവര് തന്തക്ക് വിളിച്ചിട്ടില്ല. മറുപടി പറഞ്ഞു മക്കൾ പോയപ്പോഴാണ് തന്തക്ക് വിളിച്ചത്. അങ്ങനെയൊന്നും മറുപടി പറഞ്ഞു പോലെ അല്ലല്ല. അങ്ങനെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഇവിടെ ബി.ജെ.പിന്റെ പ്രതിനിധിയായിട്ടുള്ള ഉല്ലാസ് ബാവട്ടിനോടാണ് നിങ്ങൾക്ക് ഒന്ന് മുണ്ടാതിരിക്കാൻ എന്റെ സുഹൃത്തെ ഒന്ന് ചോദിക്കട്ടെ. നിങ്ങൾ പിണറായി വിജയന്റെ ഓഫീസ് എക്സ്ട്രാക്കറ്റ് ഉണ്ട് എന്ന് പറഞ്ഞ ആളാണ് തിരുത്തിയിട്ടില്ല ഇപ്പോഴും. അങ്ങനെ എന്തൊക്കെ അത് കോൺഗ്രസിന്റെ സംസ്കാരമാണ്. ആ സംസ്കാരം ഉപേക്ഷിച്ചാണ് ഞങ്ങളൊക്കെ വന്നത്. കോൺഗ്രസിന്റെ സംസ്കാരമാണോ? ഒരു ഷോക്കോസ് കൊടുത്തോ? ഷോക്കോസ് കൊടുത്തോ? നിങ്ങളുടെ കൂടെ നിന്നപ്പോ തെറ്റാണെന്ന് നിങ്ങൾ ചോദിച്ചോ? ചോദിച്ചില്ല. അതെ, രാഷ്ട്രീയ അല്ല റിജില് ഒരു മിനിറ്റ് പിന്നെ ഉല്ലാസ് ബാവോട്ടിനോടാണ് ബി.ജെ.പിന്റെ പ്രതിനിധിയായിട്ടുള്ള ഉല്ലാസ് ബാവോട്ടിനോടാണ് ചോദ്യം. ഈ കർഷകരനോട് ഇപ്പൊ ഈ തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ ഭയങ്കര സ്നേഹമാണ് ബി.ജെ.പിക്ക്. എന്താ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ തരാനുള്ള ആ പൈസ ഒന്ന് കൊടുക്കാൻ പറയണം. നിങ്ങളുടെ ഗവൺമെന്റ് ആണല്ലോ. നിങ്ങൾ ആ നരേന്ദ്രമോദിയോട് പറഞ്ഞിട്ട് ആ കർഷകർക്ക് കൊടുക്കാനുള്ള കേരളത്തിന് കൊടുക്കാനുള്ള വീതം ഒന്ന് കൊടുക്കാൻ പറയണം. പിന്നെ ഒരു മിനിറ്റ് കോൺഗ്രസ് ഒരു മിനിറ്റ്. നിങ്ങൾ ആ 4 കോടിക്ക് മറുപടി പറഞ്ഞിട്ടില്ല. ആ 4 കോടിന്റെ മറുപടി ഇന്ന് വരെ നിങ്ങൾ പറഞ്ഞിട്ടില്ല. ആ 4 കോടി മേടിച്ചതിന് മറുപടി പറഞ്ഞിട്ടില്ല. കൊടകര കേസിൽ രക്ഷിച്ചു കൊടുത്തതിന്റെ പ്രത്യുപകാരം സുരേന്ദ്രൻ പ്രത്യുപകാരാണ് കൊടകര കേസിൽ. ബഹുമാനപ്പെട്ട സഖാവേ, ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ. നരേന്ദ്രമോദി സർക്കാരിന്റെ നേതൃത്വത്തിൽ കർഷകർക്ക് കൊടുക്കാനുള്ള പരിപൂർണമായ സംഖ്യയും 100% കൊടുത്തു തീർത്തിട്ടുണ്ട്. ഞാൻ നിങ്ങളോടും നിങ്ങളുടെ എല്ലാവരോടും പറഞ്ഞത് കേന്ദ്ര സർക്കാരിന്റെ വിഹിതം ഒരു കാരണവശാലും സംസ്ഥാന സർക്കാർ വെട്ടിക്കുറയ്ക്കാൻ പാടില്ല. അത് ബി.ജെ.പി. ആണെങ്കിലും കോൺഗ്രസ് ആണെങ്കിലും ഇടതുപക്ഷം ഇവിടെ വെട്ടിക്കുറച്ചല്ലോ. കർഷകരോട് നിങ്ങൾ ചോദിക്കണം. ഈ കാണുന്ന കർഷകരും പറയണം കേന്ദ്ര സർക്കാർ കൊടുത്ത പൈസ ഡൽഹിയിലും പരിസര പ്രദേശത്തും കർഷകരെ ജീവൻ മരണ പോരാട്ടത്തിന് നേതൃത്വം കൊടുത്തത് എന്തിനാ? ഈ കേരളത്തിൽ മാത്രമല്ലല്ലോ, കർഷകർ എന്തിനാ തെരുവിൽ നിങ്ങളോട് ഏറ്റുമുട്ടിയ? പാലക്കാടിന്റെ പ്രായീണത്തെ വിഷയം പറയുമ്പോ പാലക്കാടിന്റെ പ്രായീണ വിഷയം പറ. വാഹനം പാലക്കാടിന്റെ പ്രായീണ വിഷയം പറ. പാലക്കാടിന്റെ പ്രായീണ വിഷയം പറ. വലിയ തമാശയായി ബി.ജെ.പി. ജയിക്കാൻ പോകുന്നത് മാത്രമല്ല, ഏറ്റവും വലിയ ആഭ്യന്തര സംഘർഷത്തിലാണ് ബി.ജെ.പി. സന്ദീപാൻ ഉയർത്തിയ ആ ചോദ്യത്തിന് മറുപടി പറയാൻ ബി.ജെ.പിയും കോൺഗ്രസും ഞങ്ങളുടെ സ്വതന്ത്ര സ്ഥാനാർത്ഥി ശരി ഇന്ന് പിയാരിയിൽ നിന്ന് നമ്മുടെ ദിനം വിടവാങ്ങുകയാണ്. ആവേശകരമായ ഒരു ചർച്ചയ്ക്ക് ശേഷം ഗുഡ് നൈറ്റ്.